നല്ലോണം പൂച്ചെടികള് നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ എങ്ങും വിടർന്നു നിന്നാൽ തൃശ്ശൂരിന്റെ സൗന്ദര്യം കൂടും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ലേണിംഗ് സിറ്റിയായ തൃശ്ശൂരിൽ നിന്നും പഠിച്ചു പോകുന്ന കൂട്ടുകാര് ജീവിതത്തിലും വിജയിക്കുമ്പോൾ കുറച്ചും കൂടെ സൗന്ദര്യം കൂടും അല്ലെ. പക്ഷെ നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ജീവിക്കാനുള്ള വല്ല പഠനമുണ്ടോ? മനസ്സിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വല്ല പഠിപ്പുണ്ടോ? ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് കുറച്ചു കൂട്ടുകാർ ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങിയത്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ. ക്ലബ് FM 104.8 അച്ചു എന്ന ക്ലോസ് കൂട്ടുകാരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിമ, നിതിൻ, മാക് എന്നീ ക്ലോസ് കൂട്ടുകാരാണ്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന സാധനത്തിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മോട്ടോ. അപ്പോൾ നമുക്ക് അവരെ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഹലോ നിമ. ഹലോ. ഹായ്. അത്രയ്ക്ക് ഡീപ്പായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഒരു പ്രസക്തി വരുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ട്. നമ്മളിപ്പോ കുട്ടികളാണെങ്കിലും ഇപ്പൊ ഞാൻ ഇതിലേക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് ക്രൗഡ് എന്ന് പറയുന്ന ടീനേജേഴ്സ് ആണ് മെയിൻലി. ഞാൻ 8th 9th 10th ആ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവരിലൊക്കെ കാണുന്ന ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുണ്ട് വിച്ച് ഇസ് ആക്ച്വലി അവരുടെ പഠിത്തത്തിന് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറ്റാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും കുട്ടികളിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ് ചെയ്യാനൊന്നും ടീച്ചേഴ്സ് അല്ല, സ്കൂളിലും അതിനുള്ള ഇതില്ല. പേരൻസിന്റെ സൈഡിൽ നിന്നും അവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിനുള്ള അറിവും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഒന്നും പുറത്തേക്ക് ഈ ഒരു കാരണം കൊണ്ട് വരുന്നില്ല. ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷന്റെ അത്രത്തോളം തന്നെ നമ്മൾ അവരുടെ മെന്റൽ വെൽബീയിങ്ങിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് അതർ കൺട്രീസ്, ബാക്കിയുള്ള കൺട്രീസിലുള്ള ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. വാട്ട് ഈസ് മിസ്സിംഗ് ഹിയർ? ഇവിടെ ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഇസ് എക്സലന്റ് ഇൻ ഇന്ത്യ. പക്ഷേ ഒരു കുട്ടി വളരാന്ന് പറയുമ്പോൾ സയൻസും മാത്സും സോഷ്യലും മാത്രം പഠിച്ചാൽ പോരല്ലോ. ആസ് എൻ ഇൻഡിവിജ്വൽ വളർന്ന് വലുതായി ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഒരുപാട് സോഷ്യൽ സ്കിൽസ്, അവർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരുപാട് സ്കിൽസ്, അവരുടെ മെന്റൽ ഹെൽത്തിനെ മാനേജ് ചെയ്യാൻ. കാരണം ഭാവിയിൽ ഒരു കുടുംബമായി കഴിയുമ്പോഴൊക്കെ ഇത് ബാധിക്കും. അപ്പൊ ഇപ്പോഴല്ലാണ്ട് എപ്പോഴാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുക? ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് സ്റ്റുഡൻസിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോർപ്പറേറ്റ്സിൽ പോയാലും വലിയ ഇൻഡിവിജ്വൽസിനെ എടുത്താലും ഇതിന്റെ ഒക്കെ റൂട്ട് കോസ് കിടക്കുന്നത് അവർ കുഞ്ഞുനാൾ തൊട്ട് ഉണ്ടായ അവരുടെ കുറച്ച് എക്സ്പീരിയൻസസ് ആണ്. സോ ഐ തിങ്ക് യു ആർ വെരി റെലവന്റ് നൗ. അപ്പൊ ഞാൻ കുട്ടികളെയും ഡീൽ ചെയ്യുന്നുണ്ട്, അഡൽട്സിനെയും ഡീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ അതറിയാം, ദേ റിയലൈസ് ദാറ്റ് ഇത് ഇങ്ങനെ ആവണം, അതുകൊണ്ട് അവർ മെന്റലി ഹെൽത്തി ആവണം എന്ന് അവർക്ക് റിയലൈസേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു അഡൽട്ട് കമ്മ്യൂണിറ്റിക്ക് ആ ഒരു റിയലൈസേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ആണെങ്കിലും ഞങ്ങളുടെ കുറെ സെമിനാർസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടു മേക്ക് ദം അവെയർ. ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷേ ഞങ്ങൾക്കൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ട്. മെയിൻ ആയിട്ട് അഡൽട്സ് എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് വന്ന് പറയാറുള്ളത്? അഡൽട്സ് എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരും, ഓക്കെ, പിന്നെ ഒന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ വർക്ക് പേടുന്നു, ഇപ്പൊ PSC ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഇല്ല എന്നുള്ളത്. ഒരു വലിയൊരു പ്രശ്നമാണ്. സെൻസ് ഓഫ് അച്ചീവ്മെന്റ് വരാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കമ്പാരിസൺസ് ഭയങ്കരമാണ്. അപ്രീസിയേഷൻ ഇല്ല, എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് ഒരാളെ മാനസികമായി തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇപ്പൊ ഹൗസ് വൈഫ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം ഓടി നടന്ന് തന്നെ ഒരു വീട് നോക്കുന്നുണ്ട്. അഗൈൻ അവിടെ അപ്രീസിയേഷൻ ഇല്ല എന്ന് മാത്രമല്ല ചെയ്യുന്ന ജോലിയൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലും, ബാക്കി ആരുടെയും ഹെൽപ്പ്, എന്തായാലും വീട്ടിലിരിക്കല്, പിന്നെ നിനക്ക് എന്തിനാണ് ഹെൽപ്പ് എന്നുള്ള ചോദ്യം നേരിടലും, പിന്നെ എത്രയായാലും ഒരു മനുഷ്യനാണ് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് അവർക്കും ഉണ്ട്. അപ്പൊ അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ വർക്കിംഗ് ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലായ്മ ചെയ്യലല്ല. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും. പക്ഷെ ആ പ്രശ്നം ഒരിക്കലും നമ്മളെ ഒരുപാട് ബാധിക്കാതെ അത് തരണം ചെയ്യാനാണ് നമ്മളൊരു ഹെൽത്തി മൈൻഡ് വേണമെന്ന് പറയുന്നത്. പ്രശ്നം വരും, നമുക്ക് ചെറിയ നേരത്തേക്ക് സങ്കടം വരും, ദേഷ്യം വരും, നമ്മുടെ ഡെസ്പാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ആ ചെറിയ നേരത്തേക്ക് മാത്രമാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. അതാണ് ഒരു ഹെൽത്തി മൈൻഡ്. അത് പഠിപ്പിക്കലാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രോപ്പർലി ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒരു മിഷനെ കുറിച്ച് കൂടുതൽ കേൾക്കാം, പ്രവർത്തനങ്ങളെ കുറിച്ചും ക്ലബ് FM 104.8 സ്റ്റേ ട്യൂൺഡ്. ക്ലബ് FM 104.8 ഇന്ന് നമ്മളോടൊപ്പം വളരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ, ജീവിക്കാനുള്ള അറിവും കൂടെ വേണം. മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഒപ്പം മുതിർന്നവർക്കും അങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ
തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ കുറച്ച് ക്ലോസ് കൂട്ടുകാരുണ്ട്. നിമ, നിതിൻ, മാക് എന്നിവരാണ്. ഇപ്പൊ മാക്കാണ് നമ്മുടെ കൂടെയുള്ളത്. അല്ല, നിങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സ് ആയിരുന്നു? എങ്ങനെയാണ് ഈ ഒരു ഉദ്യമം നിങ്ങളും മറ്റു ക്ലോസ് കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയത്? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിതിനായിരുന്നു പരിചയം. ഞാനും നിതിനും കൂടി ഒരുപാട് ക്രിയേറ്റീവ് പ്രൊജക്ട്സ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറയാം, മുമ്പ് ഞാനൊരു US കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടായിരുന്നു. അവിടെ അത്യാവശ്യം വലിയ ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈ സ്ട്രെസ് ജോബാണ്. ഞങ്ങൾക്ക് ഒരു ടൈം ടു ടൈം ജോബല്ല. അപ്പോൾ ഒരു മാനേജർ പൊസിഷൻ ആകുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ട് 8 കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ ഒരു നൈറ്റ് 12 ഒക്കെ ആയിരിക്കും. ഉള്ളിൽ കുറേ നേരം പണിയെടുത്ത പക്ഷേ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റീവ് പ്രൊസസ് ആയതുകൊണ്ട് ഹൈ സ്ട്രെസ്സും നമുക്ക് തലേന്നൊക്കെ ഒരു പുക പോണ പോലത്തെ ഫീലിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻസ് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പിന്നെ നോക്കുമ്പോഴാണ് നമ്മൾ നിതിനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നിതിൻ ഞങ്ങൾ കുറേ പ്രൊജക്ട്സ് ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഈ മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും ബേസ് ചെയ്തിട്ടും. ഇത് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വന്ന രീതിയിൽ എൻ്റെയൊക്കെ പേരൻസ് ആണ് ഫസ്റ്റ്. ഇപ്പോൾ അവർ ടെക്നിക്കൽ സൈഡ്, അതായത് പണ്ടത്തെ ഈ റേഡിയോക്കുള്ള കാലഘട്ടത്തിൽ അവർ മൊബൈൽ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരെ മക്കളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ ഗൈഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫസ്റ്റ് ടൈം പേരൻസ് ആണ്, അവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഒക്കെ ഒരു ടീനേജ് പ്രായത്തിലോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്കൊരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഒന്നുകൂടി ബെറ്റർ ആയതിനെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ലൈഫിലും കുറച്ചും കൂടി ട്രോമ കുറച്ച് അല്ലെങ്കിൽ അധികം സ്ട്രെസ് ഇല്ലാണ്ട് ജീവിച്ച് പോകാം എന്ന് തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ, പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ സൈക്കോളജിസ്റ്റ് വേണമെന്ന് അറിയാം, സൈക്കാട്രിസ്റ്റ്, ഡോക്ടേഴ്സ് വേണമെന്ന് അറിയാം. പക്ഷെ നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് ചെയ്യാം, അത് നിങ്ങൾക്ക് പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതേ കാര്യം നിതിനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് നിതിൻ പറയണത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത സമയത്താണ് നിതിൻ നിമ്മനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിമ്മയും ഇതിൻ്റെ വേറെ സൈഡ് കുട്ടികളുടെ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടും അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും വെച്ച് പറയണത്. അങ്ങനെ ഞങ്ങൾ കൂടി ചേർന്നിട്ടാണ് ശരിക്കും ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ മാക്, ശരിക്കും ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്? ആർക്കൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആണ്? സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുണ്ട്, പാരൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ ഗ്രൂപ്പ് ഉണ്ട്, കോർപ്പറേറ്റ്സിനുണ്ട്, SMEസിനുണ്ട്, പിന്നെ സ്ട്രേഞ്ചേഴ്സ്, ഇൻഡിവിജ്വൽസ്, കപ്പിൾസ്, അങ്ങനെ എല്ലാ കാറ്റഗറിയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോഗ്രാംസ് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കും. അവർക്ക് ക്യൂറേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒറ്റ ഇതിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സെർട്ടൈൻ ഒരു കപ്പിൾസോ അല്ലെങ്കിൽ ഫാമിലി ഒരു ഇതിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളർന്നു വന്ന രീതി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ. എല്ലാവർക്കും നമുക്ക് ഒരു സെയിം സൊല്യൂഷൻ എന്തായാലും വർക്കാവും. അതായത് 1-to-1 ആണ്. 1-to-1 ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെർട്ടൈൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഫാമിലീസിന് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആയിരിക്കില്ല വേറെ ടീമിന് കൊടുക്കുന്നുണ്ടായിരിക്കുക. അവർ ചെയ്തു പോയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഒരു കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു സാധനമായിരിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് മെന്റൽ മൈൻഡ് ഗെയിംസ് ഉണ്ടായിരിക്കാം, ട്രക്കിംഗ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കലായിരിക്കും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അടക്കമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലെറ്റ്സ് റീബൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം വേണ്ടി മാത്രം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യയിലത്തെ ടോപ്പ് ട്രെയിനേഴ്സ് ആയിരിക്കും അതിന് വേണ്ടി വരുന്നുണ്ടായിരിക്കുക. സാധാരണ ഈ കൗൺസിലിംഗ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പോൾ 4 സെഷൻ 5 സെഷൻ കഴിഞ്ഞാൽ അത് അവസാനിക്കും. ഭയങ്കര പ്രൈസിംഗ് ആണ്. ചിലർക്ക് തെറാപ്പി വേണ്ടി വരും. അത് 2 years ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെ, പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു മൈൻഡ് ബ്ലോക്ക് അതാണ്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അതെ, അപ്പോൾ നമ്മൾ അത് അഫോർഡബിൾ ലെവലിലേക്ക് മാറ്റാനുള്ള പരിപാടിയായിരുന്നു ആദ്യം നോക്കിയിരുന്നത്. പിന്നെ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ കൂടെ ട്രെയിനിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അത് ട്രെയിനിങ് ഒരു ബോറിംഗ് ലെക്ചർ ട്രെയിനിങ് അല്ലാണ്ട് ആക്ടിവിറ്റീസ് ബേസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ഒരു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് അടിച്ചപ്പോൾ ബോധ്യപ്പെട്ടു. അത്ര സീരിയസ് ആയിട്ട് ലൈഫിനെ കാണാണ്ട് അങ്ങനെ ആകുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. വളരെ ബെസ്റ്റാണ്. എല്ലാവർക്കും താല്പര്യം ഇടയ്ക്കിടയ്ക്ക് പിന്നെ കൂടാന്നുള്ള ലെവലിലാണ് ഇതാക്കി വരുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ മെയിൻ സ്റ്റാഫ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇവരെയും കൂടി 2 മണിക്കൂർ ഞങ്ങളുടെ ക്ലാസ് വിചാരിച്ചിട്ട്. പക്ഷെ വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ആക്ടിവിറ്റിയാണ് അതിൽ ട്രൈ ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് അവരങ്ങനെ റിലാക്സ് ചെയ്ത് പറഞ്ഞത് കേൾക്കാം. ലാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേ പിന്നെ കെട്ടിപ്പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് മാറി. അപ്പോൾ അവരാ സന്തോഷം കാര്യം ശരിക്കും നമ്മളവിടെ ഫീൽ ചെയ്തിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മേയറോടും പറഞ്ഞ് നിങ്ങൾ ഈ എന്ത് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Stay tuned. ഇനി വരുന്നു ഡബിൾ ഡക്കർ ഓൺ ക്ലബ് FM 104.8. മാറ്റം അത് എന്ത് തന്നെയാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നിന്നാവണം അല്ലേ? റിപ്പയറിംഗ് അവിടെയാണ് നടക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, അങ്ങനെ ഒരു റിപ്പയറിങ്ങിനുള്ള സ്പേസേ ഇല്ല. ക്ലബ് FM 104.8 അച്ചു എന്ന ക്ലോസ് കൂട്ടുകാരിയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയ ഒരു ടീമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്നും നിമ ഉണ്ട്, ഇപ്പോൾ മാക് ഉണ്ട്, അതുപോലെ തന്നെ നിതിൻ ഉണ്ട്. യെസ്, നിതിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. നിതിൻ, ഇപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം
പ്രോഗ്രാമില് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടീം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർക്കുള്ള ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്? എന്തൊക്കെ കിട്ടും അവിടുന്ന്? നമ്മൾക്ക് ഒരു സെക്ടർ വൈസ് ഒരു ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് പറയാം. ആദ്യമുള്ളത് സ്റ്റുഡൻസ് ആണ്, സ്കൂൾ സ്റ്റുഡൻറ്. അപ്പോൾ അവർക്ക് നമ്മൾ റെസ്പോൺസിബിൾ ലിവിങ്, ജെൻഡർ റെസ്പെക്ട്, ഒരു സൈബർ സെക്യൂരിറ്റി, അങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് യു ആർ ഗിവിംഗ് ഫിനാൻഷ്യൽ ഓൾസോ. ഫിനാൻഷ്യൽ അത് ചെറുതായിട്ട്, കൂടുതലല്ല. അല്ല, എന്നാ പോലും എനിക്ക് തോന്നുന്നു ഒരു സിലബസിലും അങ്ങനെ ഒരു സാധനം കവർ ചെയ്യില്ലല്ലോ. നമ്മൾ ഏൺ ചെയ്യാന്നല്ലാണ്ട് ഹൗ ടു മാനേജ് മണി പറഞ്ഞു കൊടുക്കണില്ല. ഇല്ല. അപ്പൊ അത് നമ്മൾക്ക് നല്ല അത്യാവശ്യമായി തോന്നിയ കാരണമാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് നമ്മൾക്കൊരു സിറ്റുവേഷന്, ഇപ്പൊ സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന നല്ലൊരു പ്രോബ്ലമാണ്, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അതില് നമ്മളൊരു പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഈ ഒരു പ്രോഗ്രാമാണ് അവർക്ക് ഒരു സെക്കൻഡ് ഇതിലായിട്ട് കൊടുക്കുന്നത്. നമ്മൾ അതിനൊരു സ്പാർക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, മൈൻഡ് സ്പാർക്ക്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ സ്ട്രെസ്സും അവരുടെ ടൈം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എംപവർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് അവയർനെസ് മോഡ്യൂളാണ്. അപ്പൊ അതിൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നീക്സ് ഉണ്ട്, ടൈം മാനേജ്മെന്റ് ടെക്നീക്സ് ഉണ്ട്, പിന്നെ ഗോൾ സെറ്റിംഗ്. അത് ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഉള്ള കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. ഓരോ ആക്ടിവിറ്റീസും ഗോൾ ഓറിയന്റഡ് ആക്കുക. അപ്പൊ അത് എല്ലാരെയും നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 60% ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾക്ക് എന്തായാലും മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അല്ല, പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് വേണം എന്തായാലും, തീർച്ചയായിട്ടും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ എഫേർട്ട്. അതെ. അപ്പൊ അവരുടെ എഫേർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നുള്ളത് നമ്മൾക്ക് കോളേജ് സ്റ്റുഡൻസിൽ കൂടുതലും ഒരു പബ്ലിക് സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരു എംപ്ലോയബിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതില് കുറേയും കൂടി ഒരു ഇപ്പോഴത്തെ പുതിയ AI, ചാറ്റ് GPT, അങ്ങനത്തെ കാര്യങ്ങളും, റെസ്യൂമേ, പിന്നെ GDs, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂസ്, അതൊക്കെയാണ് കൂടുതലായിട്ടും പഠിപ്പിക്കുന്നത്. കൂടുതൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. അതാണ്. അപ്പൊ നമ്മളുടെ ഇപ്പോ കുറെ കോർപ്പറേറ്റ്സ് ആയിട്ട് നമുക്ക് ടൈപ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ആ ഒരു രീതിയിലുള്ള കുട്ടികളെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കുറെ കാര്യങ്ങൾ ഉണ്ടാവും തലയില്, പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അതെ, കൊറോണ കഴിഞ്ഞിട്ട് മാത്രമല്ല ഈ ഒരു ജനറേഷൻ കൂടുതലും കാണുന്നുണ്ട്. പക്ഷെ ഈ കൊറോണ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കൊറോണ ബാച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പോ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര മോശമല്ല ഇങ്ങനെ അവരെ ഒരു ബ്രാൻഡിങ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ജോലിക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ ഈ കോൺഫിഡൻസ് ബിൽഡിംഗ്, ഇൻഡിവിജ്വൽസ്, ഇപ്പോൾ അഡൽട്സ് ആണെങ്കിൽ നമ്മൾ കൂടുതലും കൗൺസിലിംഗ് ഉണ്ട്, 1-to-1 കൗൺസിലിംഗ്. പിന്നെ ഈ റീബൂട്ട്, ഇപ്പോൾ മാക്ക് പറഞ്ഞ പോലെ റീബൂട്ട് പ്രോഗ്രാം. അപ്പൊ അതില് നമ്മള് ആക്ടിവിറ്റീസ് ത്രൂ ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഇപ്പൊ ലീഡർഷിപ്പ്, ട്രെക്കിംഗ്, മൗണ്ടനിയറിംഗ്, ഈ ഒരു ആക്ടിവിറ്റീസ് ത്രൂ നമ്മൾ ലീഡർഷിപ്പ് പഠിപ്പിക്കുകയാണ്. ടീം മാനേജ്മെന്റ്, വർക്ക് ഡൈനാമിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടെന്റ് പിച്ചിങ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ത്രൂ ആണ്. ഔട്ട്ബൗണ്ട് ട്രെയിനിങ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മൾ ടൈപ്പ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിന് മാത്രമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കണം, അല്ലാതെ ഒരു ലിഷർ മൂഡല്ല. പഠിക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് ആണ് വരേണ്ടത്. മനസ്സിലായി. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളതും ഇന്ത്യയുടെ നല്ല ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള മൗണ്ടനിയറിംഗ് എക്സ്പേർട്സ് ആണ്. അപ്പൊ അവരും നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ടീമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കേട്ടപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇനി വെബ്സൈറ്റ് അഡ്രസ്? നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ട്, livemind.org. ആ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേട്ടല്ലോ, livemind.org എന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റ്. അപ്പൊ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്തോളൂ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM 104.8. ടൺ കണക്കിന്